ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രയർ ജാലയിലേക്ക് കടന്നു വരുവിൻ. ആമേൻ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 5-ാം വചനം. അതിന് ശീമോൻ, നാഥാ, ഞങ്ങൾ രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല. എങ്കിലും നിന്റെ വാക്കിന് ഞാൻ വല ഇറക്കാമെന്ന് ഉത്തരം പറഞ്ഞു. ആമേൻ. ദൈവത്തെ അനുസരിക്കുന്ന ശീമോൻ. ആമേൻ. സ്തോത്രം. ഇന്ന് രാത്രികാലം ആമേൻ സംരക്ഷിക്കുന്ന ദൈവമായി, സഹായിക്കുന്ന ദൈവമായി, നിന്റെ ഇല്ലായ്മയുടെ നടുവിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഗലീല കടലിന് തിബെരിയാസ് കടൽ, ഗനസരേത്ത് തടാകം എന്നീ പേരുകളുമുണ്ട്. ഇതിൻ്റെ ചുറ്റിലുമായി 9 ടൗൺഷിപ്പുകൾ അന്നുണ്ടായിരുന്ന ജനസാന്ദ്രതയുള്ള പ്രദേശമാണിത്. മീൻ പിടിക്കാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചെങ്കിലും അവർക്കൊന്നും കിട്ടിയിരുന്നില്ല. എന്നാൽ ശീമോൻ്റെ വഞ്ചി പടക് യേശുവിന് പ്രസംഗപീഠമാക്കുവാൻ പ്രസാദമായി. ഹല്ലേലൂയ. ഒന്നുമില്ലായ്മയിലും ആമേൻ ശൂന്യതയുടെ നടുവിലും ആമേൻ അവൻ്റെ പടക്, അവൻ്റെ വീട്, ആമേൻ സ്തോത്രം, ആമേൻ അവൻ്റെ ജീവിതം, ആമേൻ കർത്താവിൻ്റെ സാക്ഷ്യമാക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദമായി ഇറങ്ങി. ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. അവിടെ പഠിക്കുമ്പോൾ അറിയാം, ആമേൻ, ശീമോൻ്റെ പടകിലിരുന്ന് യേശു അനേകരോട് സുവിശേഷം പ്രസംഗിക്കുന്നു. പ്രസംഗം കഴിഞ്ഞപ്പോൾ ആമേൻ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ യേശു കൽപ്പിക്കുന്നു. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശീമോൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എന്നാൽ ഒന്നും കിട്ടിയിട്ടില്ല. ആമേൻ സ്തോത്രം. നിരാശയോടെ ഇരിക്കുമ്പോഴാണ്, ആമേൻ ഒന്നുമില്ലായ്മയിൽ ഇരിക്കുമ്പോഴാണ് ശീമോൻ്റെ ജീവിതത്തിലേക്ക് കർത്താവ് കടന്നു വന്ന് ഒന്നുമില്ലാത്തവൻ്റെ പടകിൽ, ഒന്നുമില്ലാതെ ഇരിക്കുന്നവൻ്റെ ജീവിതത്തിൽ, ശൂന്യതയായിരിക്കുന്ന അവൻ്റെ ജീവിതത്തിൽ സംരക്ഷിക്കുന്ന ദൈവമായി, സഹായിക്കുന്ന ദൈവമായി കർത്താവ് അവിടെ കടന്നു വന്ന് ആമേൻ അവനോട് പറയുന്നു, ആമേൻ സ്തോത്രം, ശീമോനെ, നീ ആമേൻ സ്തോത്രം, നീ ആഴത്തിലേക്ക് നീക്കി വലയിറക്കുവാൻ. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം, കർത്താവിൻ്റെ വചനം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിന്നെ സംരക്ഷിക്കുവാനും നിന്നെ സഹായിക്കുവാനും നിന്നെ വിടുവിക്കുവാനും നിൻ്റെ ഒന്നുമില്ലായ്മയിലും എല്ലാം ഉള്ളവനാക്കി നിന്നെ മാറ്റുവാനും എൻ്റെ ദൈവം നിൻ്റെ കൂടെയുണ്ട്. ആമേൻ. ശീമോൻ കർത്താവ് പറഞ്ഞ് ആമേൻ സ്തോത്രം ആ വാക്കിനെ ആമേൻ അനുസരിച്ചുകൊണ്ട് ആമേൻ സ്തോത്രം അവൻ ആഴത്തിലേക്ക് വല വീശുന്നു. മുക്കുവൻ അറിഞ്ഞുകൂടാത്ത കാര്യം തച്ചനായ നിനക്കെങ്ങനെ അറിയാമെന്ന് ശീമോൻ ചോദിച്ചില്ല, എങ്കിലും അനുസരിച്ചു. ആമേൻ. അനുസരണമുള്ളിടത്ത് ദൈവത്തിൻ്റെ പ്രസന്നം ഇറങ്ങും, ദൈവത്തിൻ്റെ സഹായത്തിൻ്റെ കരം ഇറങ്ങും. എന്നാൽ ആഴത്തിലേക്ക് ഇറങ്ങി കഷ്ടപ്പെടുവാൻ തയ്യാറായപ്പോൾ അവർക്ക് ലഭിച്ച അനുഗ്രഹം ആമേൻ സ്തോത്രം, ആമേൻ പറഞ്ഞാലും തീരാത്തതിലും അധികമായിരുന്നു. ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ദൈവം ആമേൻ അത്ഭുതകരമായി സഹായിക്കുവാനും ആമേൻ വിടുവിക്കുവാനും ശക്തനാണ്. സംരക്ഷിക്കുന്ന ദൈവം, സഹായിക്കുന്ന ദൈവം സകലതും നന്മയാക്കി മാറ്റുവാൻ ശക്തനാണ്. ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ശീമോൻ കർത്താവിൻ്റെ വാക്കിനെ അനുസരിച്ച് ആമേൻ സ്തോത്രം ശീമോൻ ആമേൻ സ്തോത്രം ആഴത്തിലേക്ക് വല ഇറക്കി. ആമേൻ അവൻ കഷ്ടപ്പെടുവാൻ, ആമേൻ സ്തോത്രം അതിലേക്ക് ഇറങ്ങുവാൻ അവൻ തയ്യാറായപ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവൻ്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നു. ഇന്ന് രാത്രികാലം ആമേൻ സ്തോത്രം. ഹല്ലേലൂയ. ചില കാര്യങ്ങൾ നേടുന്നതിന് ബുദ്ധിമുട്ടുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും പ്രാർത്ഥനയോടെ നീ ആ കാര്യത്തിന് ഇറങ്ങുമ്പോൾ ആമേൻ ശീമോന് കിട്ടിയ പോലൊരു വലിയൊരു മീൻകൂട്ടം, ആമേൻ വലിയൊരു നന്മ, വലിയൊരു പ്രതീക്ഷ, വലിയൊരു ഉയർച്ച നിൻ്റെ ജീവിതത്തിലും എൻ്റെ ദൈവം തന്ന് സഹായിക്കുവാൻ ശക്തനാണെന്ന് ഈ വചനം മുഖാന്തരം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് രാത്രികാല വചനം കേൾക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കണം. കർത്താവിൻ്റെ സംരക്ഷണത്തിനാലും സഹായത്തിനാലും കർത്താവിൻ്റെ കൃപയിനാലും നിറച്ച് എല്ലാ ശൂന്യതകളും മാറ്റി നിറവിനാലും ആമേൻ സ്തോത്രം. അപ്പച്ചാദേമേ ശീമോനെ അനുഗ്രഹിച്ച് അവൻ്റെ പടകിനെ നിറഞ്ഞ് കവിഞ്ഞ് ആമേൻ സ്തോത്രം അവൻ്റെ വല കീറത്തക്കവണ്ണം ആമേൻ മീനെ കൊണ്ട് നിറച്ച എൻ്റെ ദൈവം ആമേൻ ഇല്ലായ്മയുടെ നടുവിൽ ആമേൻ കണ്ണുനീരോടെ പ്രാർത്ഥനയോടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങളുടെ മേൽ അപ്പാ സ്തോത്രം നീ ഒരു വലിയ നന്മയൊരുക്കി അനുഗ്രഹിക്കണേന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ എല്ലാവരെയും സമർപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.